സ്വന്തം വിദ്യാഭ്യാസ യോഗ്യതകൾ പരസ്യമായി പറയാൻ നാണിക്കുന്ന പ്രധാനമന്ത്രി മോദി നയിക്കുന്ന ഇന്ത്യയിൽ ഇതിൽ കൂടുതലും സംഭവിക്കും. എല്ലാം കൊണ്ടും ക്രമക്കേടിൻ്റെ കാലമാണ് ഇപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പരീക്ഷ നടത്താൻ അറിയില്ലെങ്കിൽ മറ്റൊരു ഏജൻസിയെ അതിന് നിയോഗിക്കുകയാണ് വേണ്ടത്. CBT മാറ്റി OMR ആക്കിയതിൽ തന്നെ ഇതിലെ പന്തികേട് പ്രകടമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇത്രത്തോളം കുഴപ്പത്തിലാകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ്. ഒട്ടും ന്യായമല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ത്യയിലുള്ളതെന്ന് പറയാൻ പോലും ലജ്ജാവഹം തന്നെ. രാജ്യവ്യാപകമായി 11 ലക്ഷത്തോളം പേർ എഴുതിയ UGC നെറ്റ് പരീക്ഷ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചൊവ്വാഴ്ച 2 ഷിഫ്റ്റുകളിലായി നടന്ന പരീക്ഷയ്ക്കാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പോൾ റദ്ദ് കൽപ്പിച്ചിരിക്കുന്നത്. റദ്ദാക്കിയ പരീക്ഷ വീണ്ടും നടത്താനുള്ള തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത്. നീറ്റ് പരീക്ഷയ്ക്കുണ്ടായ അതേ ക്രമക്കേട് നെറ്റ് പരീക്ഷയിലും കണ്ടെത്തിയതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്നുള്ളത് CBIയുടെ അന്വേഷണ പരിഗണനയിലാണുള്ളതെന്നും കേൾക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ മനഃപൂർവ്വം കരിവാരി തേക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച നടന്ന നെറ്റ് പരീക്ഷ തീർന്ന ഉടൻ തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ നിന്നും UGCക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നെറ്റ് പരീക്ഷ വിജയകരമായി നടത്താൻ സാധിച്ചുവെന്നാണ് NTA ചൊവ്വാഴ്ച വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. നീറ്റിലെ അടക്കം ക്രമക്കേട് പുറത്തു വന്നിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പഴം വിഴുങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്. എത്ര നിസാരമായിട്ടാണ് ഇവർ 11 ലക്ഷം പേര് എഴുതിയ ദേശീയാടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷ റദ്ദ് ചെയ്തതെന്ന് നോക്കണേ. രാജ്യത്തെ പലയിടങ്ങളിലും NTA തീരുമാനിച്ച എക്സാം എഴുതുന്നതിന് വേണ്ടി കുഗ്രാമങ്ങളിൽ നിന്ന് പോലും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഭക്ഷണം പോലും കഴിക്കാതെ രാവിലെ 7 മണി മുതൽ റിപ്പോർട്ട് ചെയ്യാൻ നടന്നും വാഹനം ശരിപ്പെടുത്തിയുമൊക്കെ മൈലുകളോളം യാത്ര ചെയ്തു വന്ന വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ മന്ത്രാലയം ചെയ്ത അനീതിയായിട്ട് ഇതിനെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. സെക്കൻഡ് ഷിഫ്റ്റിൽ പരീക്ഷ കഴിഞ്ഞത് 6 മണിക്കാണ്. പലരും ബസ്സില്ലാതെ പെരുമഴയത്ത് റോഡിലായി രാത്രി 12 മണിക്കാണ് വീട്ടിൽ പോലും എത്തിയത്. മാസങ്ങളോളം സകലതും ത്യാഗം ചെയ്ത് ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളോടുള്ള വഞ്ചനയാണിത്. 600ഉം 1200ഉം അപേക്ഷാ പരീക്ഷാ ഫീസുകൾ വാങ്ങി കോടിക്കണക്കിന് കൊള്ളലാഭം പിഴിയാൻ വിദ്യാർത്ഥികളെ ബലിയാടാക്കുന്ന മന്ത്രിമാർ പരീക്ഷ നേരെ ചൊവ്വേ നടത്താൻ അറിയില്ലെങ്കിൽ നിർത്തിപ്പോടോ.